നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടും സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓണിയൻ ചട്നിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ കൂടെ നമ്മളിനി ഇതിലേക്ക് ചേർക്കണ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ്. അപ്പോൾ മുളക് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അളവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവും ഉണ്ടാവും, നല്ല കളറും കിട്ടും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തണ്ട് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 മീഡിയം സവാള, 2 മീഡിയം സൈസ് ആയതുകൊണ്ടിട്ടാണ് 2 എടുത്തത്. വലുതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരെണ്ണവും പിന്നെ ഒരല്പവും കൂടെ മതിയാവും. അപ്പോൾ നമ്മളിത് ഓണിയൻ ചട്നി ആയതുകൊണ്ട് തന്നെ സവാള കൊണ്ടിട്ടാട്ടോ ചെയ്തെടുക്കണം. അപ്പോൾ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേക്കാം. അപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി ചെറിയൊരു എന്താ പറയുക, ഒരു കണ്ണാടി പരുവൊക്കെ ആവില്ലേ നമ്മൾ സവാളയുടെ ആ ഒരു സ്കിന്നിൻ്റെ കളർ ടോണൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഒരുപാട് നേരമൊന്നും ഗ്യാസ് ഓണാക്കി വെക്കണ്ട. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. ഒരല്പം മാത്രം, ഒരുപാടൊന്നും തണുത്തിട്ടൊന്നും പോകണ്ട. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ തണുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുളകിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് മാറ്റാണേ. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം പാൻ തന്നെ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാടൊന്നുമില്ല, ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ മതി. കാരണം നേരത്തെ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി കടലപ്പരിപ്പൊക്കെ ചേർക്കണവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്താണെങ്കിലും ഉഴുന്നുമൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ നേരത്തെ അരച്ച് വെച്ച ആ ഒരു സവാളയുടെയും മുളകിൻ്റെയൊക്കെ ആ ഒരു പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇടാണ്. ബാക്കി മിക്സിയിലുള്ളതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല. ഇനി ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല എന്താ പറയുക, വെള്ളമൊക്കെ വറ്റി നല്ല റെഡിഷ് കളറിലേക്ക് ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് ആ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇതാ കളറൊക്കെ ഒന്ന് പതിയെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അരച്ചപ്പോഴൊന്നും ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. ഈ ഒരു സമയത്താണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും, എണ്ണയൊക്കെ ഒന്ന് പതിയെ തെളിയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചമ്മന്തി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു കളർ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒട്ടും താമസിക്കേണ്ട, ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഈ ഒരു ചമ്മന്തി ചൂട് ദോശയ്ക്കും അല്ലെങ്കിൽ ഇഡ്ഡലിക്കും അല്ലെങ്കിൽ ഈവൻ ചോറിന് വരെ കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ ചമ്മന്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെറൈറ്റി ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം കേട്ടോ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.